ഞാൻ ഉണ്ടാവില്ല അങ്ങോട്ട് പോയി ഞാൻ ഇവിടേക്കാണ്. ഹലോ ഗൈസ്, ആൻഡമാനിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് പോർട്ട് പ്ലെയറിൽ നിന്ന് ഹാവ്ലോക്കിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എത്തിയിട്ട് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്ന ബീച്ച് റിസോർട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ച ശേഷം നമ്മൾ ഇന്ന് ഇവിടെ ഫസ്റ്റ് പോകുന്നത് ഇവിടെ അടുത്തുള്ളൊരു ബീച്ചിലാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം മെയിനായിട്ട് 2 ബീച്ചിലാണ് ഇവിടെ പോകുന്നത്. ആദ്യം തന്നെ പോകുന്നത് കാലാപത്താർ ബീച്ചിലാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആൻഡമാൻ യാത്രയിൽ കൂടെ കൂടാനും മറക്കല്ലേ. അങ്ങനെ നമ്മൾ കാലാപത്താർ ബീച്ചിലെത്തി. ബീച്ച് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകത എന്താണെന്നുള്ളത്, നല്ല വെള്ള കളറിലുള്ള മണലും നല്ല സ്കൈ ബ്ലൂ കളറുള്ള ബീച്ചും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. നല്ല വെയിലാണ് സംഭവം. നമ്മളിപ്പോൾ ഇങ്ങനെ ബീച്ചിന് സൈഡിലൂടെ നടക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് നേരം നമ്മളോട് സ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ പോയി. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ ഇതൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് കേട്ടോ താഴെ ഇതുപോലെ കുറച്ച് ഐറ്റംസിനെ കണ്ടത്. ബോട്ടിൽ കണ്ടില്ലേ, എന്ത് രസല്ലേ. ഇത് കടിക്കുവോ? എന്താ പൊക്കണത്? അതിന് രക്ഷപ്പെടാതിരിക്കല്. അയ്യോ മൊത്തം പോയി. എന്നിട്ട് അതിന് മുഖത്ത് കെട്ടി വെച്ചാൽ എന്താണെന്ന് മനസ്സിലായി. ഹെർബറ്റ് ക്രാബ്സ് എന്ന് പറഞ്ഞുള്ള ഐറ്റമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കാണാനായിട്ട് കൂട്ടം കൂട്ടമായിട്ട് ഇവിടെ ധാരാളം ഉണ്ട്. വളരെ കുഞ്ഞ് സംഭവമാണ്. അങ്ങനെ നമ്മൾ പിന്നെ ബീച്ചിൻ്റെ ഇവിടെ വന്നിട്ട് കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ബാക്കി കുറേ പേരൊക്കെ ബീച്ചിൽ ഇറങ്ങി നനയുകയും കുളിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ പക്ഷേ എങ്കിലും ഡ്രസ്സൊക്കെ നനഞ്ഞാലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ബീച്ചിലോട്ടൊന്നും അങ്ങനെ ഇറങ്ങി കളിക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ സൈഡിലൊരു നല്ലൊരു മരത്തണലൊക്കെ കണ്ടെത്തി അവിടെ അങ്ങ് ഇരിപ്പുറപ്പിച്ചു. വിദേശത്ത് നിന്ന് വന്നവരൊക്കെ ഇവിടെ വെയിലത്ത് സൺബാത്ത് നടത്തുമ്പോൾ നമ്മൾ വെയിലത്ത് നിന്ന് രക്ഷ നേടി മരത്തിൻ്റെ ചുവട്ടിലിരിക്കുകയാണ് കേട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്യും, ഒരു മടുപ്പ് പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോഴാണ് ഒരു കൂട്ടർ അപ്പന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് വിളിച്ചോട്ട് പോയത്. ഹിന്ദി ആയതുകൊണ്ട് തന്നെ അവിടുത്തെ കളികളൊക്കെ കണ്ടുവെക്കാൻ നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരത്തെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ പുതിയൊരു ഐഡിയ ഉദിച്ചു. ഒരു ചെറിയ റീൽസ് ചെയ്താലോ, കാരണം ചുറ്റുമുള്ളവരെല്ലാവരും ചെയ്യുന്നുണ്ട്. പിന്നെ ബീച്ചൊക്കെ അല്ലേ എന്ന് കരുതി നമ്മൾക്കാണെങ്കിൽ ആർക്കും ഇതൊന്നും ചെയ്യാൻ അറിയില്ല എന്നത് മറ്റൊരു കോമഡിയാണ്. എന്നാലും പറ്റുന്ന പോലെയൊക്കെ എല്ലാവരെയും കൂട്ടി ഒരു വിധത്തിൽ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലെ ചെറിയ ചെറിയ ക്ലിപ്സ് ഇവിടെ കൊടുക്കാം കേട്ടോ. മനസ്സിലായി. തുടങ്ങാണ്ട ഞെക്കാണ്ട. വളരെ സിമ്പിൾ സ്റ്റെപ്പായിട്ട് വളരെ ചെറിയ സെക്കൻഡിലാണെങ്കിൽ ഇതിൻ്റെ പണി എന്താണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പണി തന്നെയായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ എന്തൊക്കെയോ കുറച്ച് കാട്ടിക്കൂട്ടി അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുറച്ചൊക്കെ നമ്മളങ്ങ് ഒപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് ഞാൻ നേരത്തെ ഷോർട്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കാണാത്തവരതൊന്ന് കാണാൻ മറക്കല്ലേ.
അങ്ങനെ കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ പിന്നെ വണ്ടിയിൽ കയറി മറ്റൊരു ബീച്ചിലേക്ക് പോയിട്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പോകുന്നത് രാധാനഗർ ബീച്ചിലാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ധാരാളം ഷോപ്പും കാര്യങ്ങളുണ്ട് കേട്ടോ. ബീച്ചിലിടുന്നതായിട്ടുള്ള ഡ്രസ്സുകളും അവിടുത്തെ പല ക്രാഫ്റ്റ് ഐറ്റംസും പിന്നെ ഫുഡ് കഴിക്കുന്നതൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ കടകളുണ്ട്. അപ്പോൾ നല്ല നട്ടുച്ച നേരം നമ്മൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാനായിട്ട് കയറാണ് കേട്ടോ. ഉച്ച സമയത്തുകൊണ്ട് തന്നെ കഴിക്കാനുള്ളവരുടെ തിരക്കാണ്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ഇരുന്നു. നല്ല ചൂടും കൂടിയാണ് കേട്ടോ. കാറ്റൊക്കെ വീശുന്നതും ചൂട് കാറ്റായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ചോറും കറിയൊക്കെയാണ് പറഞ്ഞത്. ചോറുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, പിന്നെ വേറെ എന്തോ ഒരു കറി ഉണ്ടായിരുന്നു. എന്താണെന്ന് മനസ്സിലായാലും നമ്മളൊരു ഫിഷ് ഫ്രൈ കൊണ്ട് പറഞ്ഞു. പിന്നെ അച്ചാറും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. ഫിഷ് ഫ്രൈ കൊള്ളായിരുന്നു. ബാക്കിയൊക്കെ നമ്മുടെ ടേസ്റ്റിന് അത്രയ്ക്കും കൊണ്ട് പറ്റാത്ത ഒരു സംഭവം പോലെ എനിക്ക് തോന്നി. ഒരു വിധത്തിലൊക്കെ ചോറ് കഴിച്ചു. അതിനുശേഷം നമ്മൾ നേരെ ബീച്ചിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ നട്ടുവെച്ച് നേരെ ആയതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചവിടെ നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങാൻ ആർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ട് കുറേ സ്ഥലങ്ങൾ ഇതേപോലെ തണലത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിരുന്നു. പിന്നെ ബിരിയാണി മുന്നേ കൊണ്ടുവച്ചിട്ട് കഴിക്കരുതെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിൽ ബീച്ച് ഇങ്ങനെ മുന്നിൽ കണ്ടിട്ട് അങ്ങോട്ടൊന്നും പോകാതിരിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഏതായാലും കുട ചൂടിക്കൊണ്ട് കെട്ടുവിനെയും പിടിച്ച് നിർബന്ധിച്ച് കൊണ്ടുപോവാണ് ഞാൻ. അങ്ങനെ അവിടെ ചെന്ന് കുറച്ച് റീൽസൊക്കെ എടുത്തു. പിന്നെ അതിലേക്ക് നടന്ന് ഇങ്ങനെ ഷോ കാണിച്ചു. പക്ഷേങ്കിൽ അപ്പോഴും നനയാനുള്ള ഭാവം എനിക്കില്ലായിരുന്നു. അപ്പോൾ തിര വന്ന് നനയ്ക്കാൻ നോക്കുമ്പോൾ പിന്നാലെ തിരിഞ്ഞ് ഓടുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ കെട്ടുവിന് ദേഷ്യം വന്ന് വെയിലാണ് തിരിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞ് വെയിൽ ഇച്ചിരി കുറയുമ്പോൾ വരാമെന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചായിരിക്കുന്നവർ തന്നെ പോയിട്ടോ. പിന്നെ അവിടെ ചെന്ന് ഇത്രയും നേരം പോസ്റ്റ് അടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പണി. ഭക്ഷണം അവിടെ കഴിച്ചിട്ടുള്ളതുകൊണ്ട് നല്ല ഉറക്കവും വരുന്നുണ്ട്. അങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഉറ്റു നോക്കുന്നത് മറ്റൊന്നുമല്ല. ഞങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛനങ്ങ് മാറി അറിയാത്ത ആരുടെയോ ഇടയിൽ പോയി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഒറ്റയ്ക്ക്. അപ്പോൾ നമ്മളിവിടെ ഇരുന്നും കൊണ്ട് അച്ഛനെ ഇങ്ങനെ സൂം ചെയ്ത് നോക്കുകയാണ്. ഇടയ്ക്ക് ഉറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ചുറ്റോട്ടത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നടക്കാൻ കരുതി. ഒരു സൈഡ് ബീച്ചാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ നല്ല മനോഹരമായ കാട് പോലെ കുറേ മരങ്ങളുള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ മൊത്തം ഒരുതരം ചീവീടിൻ്റെ സൗണ്ടാണ്. എങ്കിലും നല്ല രസമുണ്ട് അതിലിങ്ങനെ നടക്കാനായിട്ട്. നല്ലൊരു കുളിർമയാണ് അതിനകത്തോട് നടക്കുമ്പോൾ. പിന്നെ മരങ്ങളെല്ലാം ഒരേ ഹൈറ്റിൽ ഇങ്ങനെ പോയിട്ടുള്ളതുകൊണ്ട് തന്നെ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ അതിലൊക്കെ നടന്നിങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് വെയിൽ കുറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നേരെ ബീച്ചിലോട്ട് ഇറങ്ങാൻ കരുതി. ഇവിടെ വെയിലൊന്നും മൈൻഡാക്കാതെ തന്നെ എല്ലാവരും ബീച്ചിലൊന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളങ്ങനെ ലാസ്റ്റ് ബീച്ചിലിറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസ് എടുക്കലാണല്ലോ നമ്മുടെ മെയിൻ. അതൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ സൺസെറ്റിനുള്ള സമയമായിട്ടുണ്ട്. ഇവിടെ നേരത്തെ തന്നെ സൂര്യനൊക്കെ അസ്തമിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ബീച്ചിൽ നിന്ന് നല്ലൊരു ഭംഗിയുള്ള സൺസെറ്റ് കൂടെ കാണാനുണ്ട്. അപ്പോഴേക്കും നമ്മൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തിരിഞ്ഞോ? വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഒന്ന് വെള്ളത്തിലിറങ്ങി. അപ്പോഴും കെട്ടിയൻ വെള്ളത്തിൻ്റെ വശത്തേക്ക് വരാതെ കരയ്ക്ക് മാറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സൺസെറ്റൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ വെള്ളത്തിലൊക്കെ കുറച്ച് നേരമൊക്കെ കളിച്ച് അതിന് ആസ്വദിച്ച് നമ്മളോട് നടക്കുകയാണ്.
അത് വെള്ളം വരുന്നു. ചാടൊക്കെ ഉണ്ടെങ്കിലും കൂടി ഇതെന്നെ കൊണ്ട് പറ്റും. രാധാനഗർ ബീച്ചിൽ നിന്നുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു സൺസെറ്റൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാൻ കേട്ടോ. ഇവിടെ പെട്ടെന്ന് തന്നെ സൂര്യൻ അസ്തമിക്കുന്നതുകൊണ്ട് ഒരു സന്ധ്യ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല ഇരുട്ടായി തുടങ്ങും കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ കാത്തുനിന്നപ്പോഴത്തേക്കും കാറുകാരൻ വന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മൾ സ്റ്റേ ചെയ്യുന്ന എൽഡോറാഡോ ബീച്ച് റിസോർട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാൻ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നമ്മുടെ യാത്രയിൽ കൂടെ കൂടാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.